ചാലക്കുടിയിൽ പോലീസ് ജീപ്പ് തകർത്ത സംഭവത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത ഡിവൈഎഫ്ഐ നേതാവ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടു. ചാലക്കുടിയിലെ ഡിവൈഎഫ്ഐ നേതാവ് നിതിൻ പുല്ലന്റെ നേതൃത്വത്തിലാണ് പോലീസ് ജീപ്പിന്റെ ഗ്ലാസ് അടിച്ചു തകർത്തത്. നിതിന്റെ അറസ്റ്റ് തടഞ്ഞ് CPM രംഗത്തെത്തിയിരുന്നു. ഇയാളെ ബലം പ്രയോഗിച്ചാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. എന്നാൽ കസ്റ്റഡിയിൽ നിന്ന് നിതിൻ രക്ഷപ്പെട്ടു. ചാലക്കുടി ITI തെരഞ്ഞെടുപ്പിൽ SFI വിജയിച്ചതിന് പിന്നാലെയായിരുന്നു സംഭവം. വിജയാഹ്ലാദത്തോടെ പ്രകടനം നടത്തിയ പ്രവർത്തകർ മടങ്ങുന്നതിനിടയിലാണ് പോലീസ് ജീപ്പിൻ്റെ മുൻവശത്തെ കണ്ണാടി അടിച്ചു തകർത്തത്. പിന്നീട് പ്രതിയെ പോലീസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്തിരുന്നു. തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഇന്നലെ മുതൽ ITIക്ക് മുന്നിലെ കൊടിതോരണങ്ങൾ പോലീസ് അഴിപ്പിച്ചിരുന്നു. ഇതാണ് പ്രകോപനത്തിന് കാരണമെന്ന് കരുതുന്നു. പോലീസുകാർ ജീപ്പിലിരിക്കെയാണ് പ്രവർത്തകർ ജീപ്പിന് മുകളിൽ വരെ കയറി അക്രമം അഴിച്ചുവിട്ടത്. പിന്നാലെ ജീപ്പിലുണ്ടായിരുന്ന പോലീസുകാരെ ഇവർ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. സംഭവത്തിന് ശേഷം നിതിൻ പുല്ലനെ അറസ്റ്റ് ചെയ്യാൻ പോലീസുകാർ എത്തിയപ്പോൾ CPM പ്രവർത്തകർ ചേർന്ന് തടഞ്ഞിരുന്നു. എന്നാൽ പോലീസുകാർ വിട്ടില്ല. ബലം പ്രയോഗിച്ച് നിതിൻ പുല്ലനെ പോലീസുകാർ കസ്റ്റഡിയിലെടുത്തു. ഇയാൾക്കെതിരെ പൊതുമുതൽ നശിപ്പിച്ചതിനും പോലീസുകാരെ ആക്രമിച്ചതിനും ഭീഷണിപ്പെടുത്തിയതിനുമടക്കം കേസെടുക്കുമെന്നാണ് വിവരം. ഇന്ന് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കാനിരിക്കെയാണ് ഇയാൾ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയിരിക്കുന്നത്. മീഡിയ ടൈം, ചാലക്കുടി.